കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ഈ സായാഹ്ന വേളയിൽ ദൈവവചനവുമായി പ്രത്യേക റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ ലഭിച്ച അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് സ്തോത്രം ചെയ്തു. ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിനങ്ങളിൽ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. നമുക്കറിയാം, നാം പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്ത് സാഹചര്യങ്ങളെല്ലാം പല നിലകളിലുള്ള സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ അനുദിനം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ അതിന്റെ നടുവിൽ മനുഷ്യന് ദൈവം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ആശ്വാസത്തിന്റെയും വിടുതലിന്റെയും സന്ദേശമാണ് ഈ ഫേസ്ബുക്ക് പേജിലൂടെ അനുദിനം വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം വഹിക്കുന്ന കർത്തൃദാസി റോസ്ലിൻ സിസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് അഡ്മിന്മാരുണ്ട്, എല്ലാവർക്കായും സ്തോത്രം. അനുഗ്രഹീതമായ ഒരു ആത്മീക പ്രസ്ഥാനമാണ്, പ്രവർത്തനമാണ് റോസ് ഫാമിലി എന്നുള്ളത്. അത് അതിൻ്റെതായ നിലയിൽ ശക്തിയോടുകൂടെ ജൈത്രയാത്ര ഈ പുതുവർഷത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് അത് ആശ്വാസമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏവർക്കും സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളോടുള്ള ദൈവത്തിന്റെ സന്ദേശം ഒരല്പസമയം കൈമാറുവാൻ കർത്താവിൽ ഞങ്ങൾ ശരണപ്പെടുകയാണ്. ഇന്ന് ഞാൻ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ താല്പര്യപ്പെടുന്നത് 73 സങ്കീർത്തനത്തിൽ നിന്നാണ്. അനുഗ്രഹിക്കപ്പെട്ട 150 സങ്കീർത്തനങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. സങ്കീർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കീർത്തനങ്ങൾ എന്നാണ്, മനോഹരമായ പാട്ടുകൾ. ഒത്തിരി പാട്ടുകൾ നാം കേൾക്കാറുണ്ട്. ഇങ്ങേയറ്റം ഇപ്പോഴത്തെ ചില പാട്ടുകൾ കേട്ടാൽ, ഈ അടുത്ത നാളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടു, പാട്ട് കേട്ടവര് പലരും ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയെന്ന. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകൾ വരെ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഇതിനകത്തെ പാട്ടുകൾ എന്ന് പറയുന്നത് മനുഷ്യ ഹൃദയങ്ങൾക്ക് വിടുതൽ നൽകുന്ന, അനുഭവത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവികമായ സ്പർശനവും ദൈവിക വിടുതലും അനുഭവിച്ച ഭക്തന്മാർ എഴുതിയിട്ടുള്ള മനോഹരമായ ഗാനങ്ങളാണ്. ആ ഗാനങ്ങളിൽ ഒന്നാണ് 73 സങ്കീർത്തനം. അതിനകത്ത് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന ചില സന്ദേശങ്ങൾ കർത്താവ് സംസാരിപ്പാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം അല്പസമയം തങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഈ ശുശ്രൂഷയിലേക്ക് വളരെ ഗൗരവമായി ആയിരിക്കണമെന്നുള്ള കാര്യത്തിൽ നിങ്ങളെ ഒരിക്കലൂടെ ഓർപ്പിക്കുകയാണ്. പ്രധാനമായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, പക്വതനായ ഒരു മനുഷ്യനായിരുന്നു ആസാഫ്. അദ്ദേഹം എഴുതിയ സങ്കീർത്തനമാണല്ലോ 73 സങ്കീർത്തനം. എന്നാൽ തന്റെ ജീവിതത്തിൽ കടന്നു വന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ നിമിത്തം തന്റെ കാലടികൾ അല്പം ഒന്ന് തെറ്റി. അവിടെ അങ്ങനെ വായിക്കുന്നുണ്ട്. 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ കാണാനായിട്ട് കഴിയും. ദൈവം ഇസ്രയേലിന് നിർമ്മല ഹൃദയമുള്ളവർക്കൊക്കെ നല്ലവനാകുന്നു സത്യം. എന്നാൽ എന്റെ കാലുകൾ ഏറെക്കുറെ ഒന്ന് അല്പം വഴുതിപ്പോയി കഴിഞ്ഞപ്പോൾ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി എന്ന് തുടങ്ങി താഴോട്ട് വായിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അവരെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ദൈവമില്ലെന്ന് പറയുന്ന ആളുകൾ, ദുഷ്ടന്മാരെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് അൺഗോഡ്ലി എന്നാണ്. ദൈവമില്ലെന്ന് പറയുന്ന ആളുകൾ അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ടുന്തി നിൽക്കുന്നു. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ, അവർ പരിഹസിച്ചു ദുഷ്ടത പറയുന്നു, ഉന്നത ഭാവത്തോടെ ഇങ്ങനെ എണ്ണി ദൈവത്തെ കൂടാതെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം
തന്റെ ഹൃദയത്തിലേക്ക് വന്ന ആ ചിന്തനങ്ങൾ, അവർക്കൊരു കുഴപ്പവുമില്ല. ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു, എന്ത് സാഹചര്യങ്ങളൊക്കെയാ. ഇതെല്ലാം കൂടെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് ഈ മനുഷ്യൻ തന്നെ നോക്കിയിട്ട് പറയാ, അയ്യോ, എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു. അതിന്റെ 14 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. എന്റെ വിഷയത്തിലേക്ക് ഞാൻ വേഗം കയറി വരാൻ കാരണം അതല്ല നമ്മുടെ വിഷയമെങ്കിലും ആ ചരിത്ര പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഈ സങ്കീർത്തനത്തെ കുറിച്ച് നമ്മൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വേഗം ആ ചിന്താവിഷയം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. ഇങ്ങനെ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുകയും അത്യുന്നതന് അറിവുണ്ടോ എന്ന് ചോദിക്കുകയും സുഖമായി വസിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനം. പക്ഷെ തന്നിലേക്ക് തന്നെ നോക്കിയപ്പോ പറയാ, ഞാൻ എല്ലാ ദിവസവും ഇടപെടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ എന്റെ വേദന മാറുന്നില്ല, എന്റെ പ്രതിസന്ധി മാറുന്നില്ല. പ്രാർത്ഥനയൊക്കെ ഉണ്ട്, സ്തോത്രമുണ്ട്, പാട്ടുണ്ട്, സ്തുതിയുണ്ട്, പക്ഷെ ഇതൊന്നും മാറുന്നില്ല. എനിക്ക് ആകെപ്പാടൊരു വല്ലാത്ത അന്തരീക്ഷം. ഇതെല്ലാം കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനൊരു പൊട്ടനും ആകെപ്പാടെ എനിക്ക് തന്നെ തോന്നി ഇതെന്തൊരു ഇടപാടാ. ഞാൻ പ്രാർത്ഥിക്കുന്നവനാ, പാടുന്നവനാ, സ്തുതിക്കുന്നവനാ, ദൈവാലയത്തിൽ ചെന്ന് ദൈവജനത്തോട് ഒരുമിച്ച് ആത്മീയമായി അവരെ ശുശ്രൂഷയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നവനാ. പക്ഷെ എനിക്ക് സംഭവിച്ച പതനം എന്താ? എനിക്ക് നോക്കിയിട്ട് എനിക്ക് എന്നും ഇടപെടാതെ ഞാൻ ബാധിക്കപ്പെടുകയാണ്, ഇടപെടാതെ പ്രശ്ന സങ്കീർണമായ അനുഭവത്തിലൂടെ പോകുകയാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ താരതമ്യപ്പെടുത്തിയിട്ട് ഒന്നും എനിക്ക് മനസ്സിലായില്ല. അവിടെ എഴുതിയിരിക്കുന്നു, അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ ചെന്നു. ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന് ഇതിനെക്കുറിച്ച് അങ്ങോട്ട് ധ്യാനിക്കാൻ തുടങ്ങി. എന്താണ് പ്രാർത്ഥിക്കുന്ന എനിക്ക് ഇത്രയും പ്രതിസന്ധി? പ്രാർത്ഥിക്കാത്തവന് കുഴപ്പമൊന്നുമില്ല, അവന് സുഖം. അവന്റെ നാവെടുത്ത് ഡംബത്തോടെ സംസാരിക്കുന്നു, പലതും അവൻ ചെയ്തു കൂട്ടുന്നു. പക്ഷേ ഞാൻ ഇടപെടാതെ ബാധിക്കപ്പെടുന്നവനാണ്, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവനാണ്, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവനാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് ജാഗരിക്കാൻ തുടങ്ങി. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിലാണ് നീ ഇന്ന് നിന്റെ അകത്ത് ഇന്നു വരെ ഉത്തരം കിട്ടാത്ത ചില വിഷയങ്ങൾ കിടന്ന് ആകപ്പാടെ നെരിപ്പോട് പോലെ കത്തുന്നുണ്ട്. എന്താ ഇതിന്റെ കാരണം? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതിന്റെ പിന്നിൽ എന്താ? എന്നാൽ ഞാൻ പറയാം, ദൈവസന്നിധിയിൽ നീ വന്നാൽ, മുഴങ്കാലുകളെ മടക്കിയാൽ, ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഉത്തരവില്ലാത്ത ഒരു വിഷയവുമില്ല. പ്രശ്നമുണ്ടോ? ഉത്തരമുണ്ട്. അത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടോ? അയ്യോ, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടോ? പഴയ നിയമ ഭക്തന്മാർ എണ്ണി ഞാൻ പറഞ്ഞാൽ അവർക്കെല്ലാം ചോദ്യങ്ങളുണ്ടായിരുന്നു. ഹബക്കൂക്ക് അയ്യം വിളിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ദാവീദ് ചില സന്ദർഭങ്ങളിൽ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, പൊറുതിയില്ലാതെ ഞാൻ ഇറങ്ങുന്നു, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നമുക്കറിയാം, അങ്ങനെ എത്ര ഭക്തന്മാരുടെ ചരിത്രം വേണമെങ്കിലും പഴയ നിയമത്തിൽ നിന്ന് എടുത്തു നോക്കാം. എന്നാൽ ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം അവർക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഈ 2026 ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറുന്നു. ഇന്നലകളിൽ മറുപടിയില്ലാത്ത ചില ചോദ്യങ്ങളുടെ പിൻപിൽ എന്തായിത്തീരുമെന്നറിയാതെ നിരാശയോടുകൂടെ എന്റെ ജീവിതം അകത്തേക്ക് നോക്കി, അയ്യോ, അവർക്ക് വന്നതുപോലെ അല്ലല്ലോ, എനിക്ക് ഭവിച്ചതിന്റെ പുറകിൽ എന്തായി? കാരണം ഞാൻ ആകപ്പാടെ കുഴഞ്ഞല്ലോ, സാഹചര്യങ്ങൾ എനിക്ക് വിരോധമായല്ലോ, എന്റെ ജീവിതത്തിൽ ഇടപെടാതെ ബാധിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടല്ലോ. പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി ജാഗരിക്കുന്നവർക്ക്, ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക്, ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില മറുപടികൾ സ്വർഗം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ വന്നതൊന്നും പരാജയത്തിനല്ലെന്നും, ആമേൻ, ദൈവത്തിന്റെ ചില ഇടപെടലുകൾ നിന്നോടുള്ള ബന്ധത്തിൽ ഉണ്ടെന്നും ഈ പുതുവർഷം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ആമേൻ, ആദ്യ ധ്യാനത്തിങ്കൽ ജാഗരണത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിന്റെ ധന്യത എന്ന് പറയുന്നത്. ഈ ഭക്തൻ ദൈവസന്നിധിയിൽ ജാഗരിക്കാൻ തുടങ്ങിയപ്പോൾ തനിക്ക് വെളിപ്പെട്ട
ഒരു 4-5 കൂട്ടം കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. ഒന്ന്, ഇദ്ദേഹത്തിന് വെളിപ്പെട്ട കാര്യം എന്തെന്നറിയാമോ? അതിന്റെ 24 മുതൽ വായിക്കുമ്പോൾ വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഭക്തനോടുകൂടെ ഇരിക്കുന്നു. കഷ്ടതയൊക്കെ ഉണ്ടെന്നേ, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പോടെ ദൈവമക്കൾ തിരിച്ചറിയണം: ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് ഉണരണം. ദൈവ സാന്നിധ്യം നമ്മിലുണ്ടോ എന്ന് ദൈവമക്കൾ ഏവരും അറിയേണ്ടതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു പുസ്തകത്തിൽ എനിക്ക് അല്പം ചിരി തോന്നി അത് വായിച്ചപ്പോൾ. എങ്കിലും കാര്യമായ ഒരു കാര്യമാണ്. ഒരിക്കലൊരു സന്ധ്യയ്ക്ക് ഒരു പ്രായമുള്ള അമ്മച്ചി കൊച്ചുമകനുമായി ആരാധനയ്ക്ക് പോകുകയാണ്. പോയ വഴിയിൽ ഒരു ചെറിയ കടയുണ്ട്. ഈ കടയിൽ നിന്ന് ഒരു നല്ല മുട്ടായി മേടിച്ച് ഈ അമ്മച്ചി കൊച്ചുമോന് കൊടുത്തു. പെട്ടെന്ന് ആലയത്തിനടുത്തായിരുന്നത് കൊണ്ട് അവൻ കഴിക്കാതെ പോക്കറ്റിൽ വെച്ചു. അതുകൊണ്ട് ആലയത്തിൽ കയറി ആരാധനയും പ്രാർത്ഥനയും വചന ശുശ്രൂഷ എല്ലാം അനുഗ്രഹമായിരുന്നു. അന്ന് പള്ളിയിലെ അച്ഛൻ പ്രസംഗിച്ച വിഷയമെന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്തെ കുറിച്ചാണ്. ദൈവസാന്നിധ്യം എല്ലായിടങ്ങളിലും ഉണ്ട്. നിങ്ങളിലുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ വസ്ത്രം പോലും ദൈവസാന്നിധ്യം കൊണ്ട് നിറയും. നിങ്ങളുടെ ജീവിതമെല്ലാം ദൈവസാന്നിധ്യം കൊണ്ട് നിറയപ്പെടുന്നതാണ് എന്ന് വളരെ ശക്തമായി അച്ഛൻ പ്രസംഗിച്ചു. അവസാനം പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും തലമടക്കി. ഈ സമയത്ത് ഈ കൊച്ചൻ പ്രാർത്ഥിച്ചു: കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എന്റെ ജീവിതത്തിലും എന്റെ ഉടുപ്പിലും നിക്കറിലും എല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ മേടിച്ചു വെച്ചിരിക്കുന്ന മുട്ടായി അങ്ങ് കഴിക്കരുതേ, ഞാനത് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാൻ വെച്ചിരിക്കുന്നതാണ് എന്ന് ആ കൊച്ചൻ പ്രാർത്ഥിച്ചു എന്ന് ഞാൻ വായിക്കുവാനിടയായി. അപ്പോ അതൊരു കുഞ്ഞിന്റെ മനസ്സാ, ഒരു കുഞ്ഞിന്റെ മനസ്സാ. ആ കുഞ്ഞിന്റെ മനസ്സിൽ ആ കുഞ്ഞ് പറയെ, അങ്ങയുടെ സാന്നിധ്യം ഉണ്ടെന്ന് എനിക്കറിയാം, എന്റെ മുട്ടായി പോലും അങ്ങയ്ക്കറിയാമെന്നുള്ളത് ആ കുഞ്ഞിന് ഗ്രഹിക്കുവാനിടയായി തീർന്നു. അപ്പൊ ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, ദൈവ സാന്നിധ്യം നമ്മിൽ വെളിപ്പെടുക എന്നുള്ളതാണ് ആമേൻ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും അതിപ്രധാനമായ കാര്യം. ഈ 2026 ദൈവ സാന്നിധ്യം ഇല്ലാത്തൊരനുഭവം നമ്മിൽ ഉണ്ടാകരുത്. അതിനുവേണ്ടി ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. നമുക്കറിയാം, മോശയോടൊരിക്കൽ ദൈവം പറഞ്ഞു, ഞാനിനി നിങ്ങളുടെ കൂടെ വരുത്തില്ല, നിങ്ങളുടെ കൂടെ നടക്കത്തില്ല, എനിക്കിനി നിങ്ങളുടെ കൂടെ നിങ്ങളോട് ഒരുമിച്ച് നടക്കാൻ കഴിയത്തില്ല. അതിന്റെ കാരണം, ഞാൻ തന്നിരിക്കുന്ന പ്രമാണം വിട്ട് എന്റെ ജനം വ്യതിചലിച്ചിരിക്കുന്നു. നമുക്കറിയാം, പർവ്വതത്തിൽ ദൈവം മോശയ്ക്ക് പ്രമാണം കൊടുക്കുമ്പോൾ, ഞാനല്ലാതെ അന്യ ദൈവം ഉണ്ടാകരുത് എന്ന് പ്രമാണത്തിൽ വരയ്ക്കുകയാണ്. പക്ഷെ ഇവിടെ ഉണ്ടായി, അവിടെ പ്രമാണം കൊടുക്കുമ്പോൾ ഇവിടെ കാളക്കുട്ടി ഉണ്ടായെന്ന്. ആരാധനയ്ക്ക് വന്ന ജനം മോശയില്ലെന്ന് കണ്ടപ്പോൾ തന്നെ അഹരോനോട് പറഞ്ഞ് മിനിറ്റുകൾ കൊണ്ടൊരു കാളക്കുട്ടി പാളയത്തിലുണ്ടായി. സംഭവിച്ച ചരിത്രം ഞാൻ വിശദീകരിക്കേണ്ട, നിങ്ങൾക്കറിയാം. ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങി ദൈവത്തെ കണ്ടറിഞ്ഞ ചെങ്കടല് വിഭാഗിച്ച് ജനം നടത്തപ്പെട്ട വിടുതലുകളും അത്ഭുതങ്ങളും ഒക്കെ ഭയങ്കരമാണ്. എന്നാൽ ഒരു നിമിഷം കൊണ്ട് അവര് പറയുക, ഞങ്ങൾക്ക് കാളക്കുട്ടിയാ ദൈവം. ഓ, ഞങ്ങളെ നടത്തുന്നത് കാളക്കുട്ടിയാന്ന്. ഇട നിനക്കെന്നാ വട്ടുപിടിച്ചോ? ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഇരുന്ന് ചെങ്കടല് പോലും വിഭാഗിച്ച് നിന്നെ കൊണ്ടുവന്ന ദൈവത്തെ മറന്ന് ഒരു നിമിഷം കാളക്കുട്ടിയെ ദൈവമാക്കി ആരാധിക്കാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, എനിക്കിനി ഈ ജനത്തിന്റെ നടുവിലൂടെ നടക്കാൻ പറ്റുകയില്ല.
മോശയോട് പറഞ്ഞു, ഞാൻ ജനത്തെ നശിപ്പിക്കും, എന്നാൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നമ്മളെങ്ങാനും ആയിരുന്നേ പറഞ്ഞേനെ, ദൈവമേ അങ്ങനെയാണെങ്കിൽ എന്നെ അങ്ങ് ആക്കിയാട്ടെ. മോശ പറഞ്ഞു, നോ. മോശ പിളർപ്പിൽ നിന്നു എന്നാ അവിടെ എഴുതിയിരിക്കുന്നത്. പിളർപ്പിൽ നിന്നില്ലായിരുന്നെങ്കിൽ ദൈവം ജനത്തെ നശിപ്പിക്കുവാൻ കോപത്തോടുകൂടെ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച ജനത്തിന്റെ നടുവിൽ ഇടപെടുവാൻ ഇറങ്ങി വന്നപ്പോൾ മോശ പിളർപ്പിൽ നിന്നെന്നാ എഴുതിയിരിക്കുന്നത്. ഇന്ന് ഈ സായാഹ്ന വേളയിൽ പിളർപ്പിൽ നിൽക്കുവാൻ ചിലരെ ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെയും മനുഷ്യന്റെയും നടുവിൽ ഈ ദിവസങ്ങളിൽ നശിച്ചു പോകുന്ന ചിലതിനെ പുറത്തെടുക്കുവാൻ, വീണ്ടെടുക്കുവാൻ ദൈവം ചിലരെ കുറിച്ച് താല്പര്യപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മ സാന്നിധ്യം ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുമ്പോൾ ആമേൻ, നശിക്കുന്നവരുടെയും ജീവിക്കുന്നവരുടെയും ഇടയിൽ ഒരു സുഗന്ധമായി മാറുവാൻ, ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പത്രമായി മാറുവാൻ, ക്രിസ്തുവിനെ ചുമക്കുവാൻ, ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ ഈ തലമുറയിൽ ചിലരെ ദൈവം കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനം ശക്തമായി ഈ കാലങ്ങളിൽ മുൻപോട്ട് പോകേണ്ടത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നശിക്കുന്നവരുടെ നടുവിൽ, തകരുന്നവരുടെ നടുവിൽ, ഉദ്ധാരണമില്ലാതെ വിഷമിക്കുന്നവരുടെ നടുവിൽ കർത്താവേ ഒരു വിടുതലയക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുന്ന ഭക്തന്മാരെ ഈ തലമുറയിൽ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, അത് ഞാനായിരിക്കട്ടെ എന്ന് പറയാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? നമ്മളാരും വചനം കേൾക്കാത്തവരല്ല. വചനമറിയാം, വചനം അകത്ത് കയറി ചുരുണ്ടുകൂടിയിരിക്കുക. വചനമൊക്കെ അറിയാം, പ്രസംഗം അറിയാം, പ്രസംഗിക്കാൻ അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് വെളിപ്പെട്ടിട്ടുണ്ടോ? ഈ 2026 പരിശുദ്ധാത്മാവ് പറയുന്നു, ചില വിടുതലുകൾ വെളിപ്പെടേണ്ട സമയമാണ്. ആമേൻ. ദൈവം പറഞ്ഞു, ഞാൻ അവരുടെ നടുവിലൂടെ നടക്കത്തില്ല. ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്യുന്ന ജനത്തിന്റെ കൂടെ ദൈവം നടക്കാൻ തയ്യാറില്ല. മോശ പറഞ്ഞു, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം. സ്തോത്രം. 2026 ഞാൻ വിളിച്ചു പറയുന്നു, ആരുടെയൊക്കെ കൂടെ ദൈവം നടന്നാലും നടന്നില്ലെങ്കിലും ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് പറഞ്ഞാട്ടെ, നിന്റെ സാന്നിധ്യമില്ലാതെ ഒരു ചുവട് വയ്ക്കുവാൻ എനിക്ക് കഴിയുകയില്ല. അങ്ങയുടെ സാന്നിധ്യം. ഇന്നലകളിൽ അങ്ങയുടെ ശബ്ദം ഞാൻ കേട്ടതാ. ഇന്നലകളിൽ അങ്ങ് എന്നെ വിളിച്ചതാ. അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി എന്നെ ഇറക്കിയതാ. അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കിയതാ. പക്ഷേ അങ്ങയുടെ സാന്നിധ്യം ഇനി പുറകോട്ട് മാറാൻ പാടില്ല. അങ്ങ് എന്റെ മുന്നമേ പോകണം. അങ്ങ് മുൻപും പിൻപുമായി യാത്ര ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമേ 2026 എനിക്ക് വിജയകരമായി തീരുകയുള്ളൂ. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, പടകിൽ ശിഷ്യന്മാരെ യാത്ര ചെയ്ത് പോകുകയാണ്. പെട്ടെന്ന് ഞാൻ മുൻപോട്ട് പോട്ടെ. നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ്. ഒരു യാമം കഴിഞ്ഞു, 2 യാമം കഴിഞ്ഞു, 3-ാമത്തെ യാമവും കഴിഞ്ഞു. കാറ്റും കോളും ഭയങ്കരമായി അടിച്ചുകൊണ്ടിരിക്കുക. ഈ തീരത്ത് എന്ന് അണയാൻ കഴിയാത്ത നിലയിൽ ശിഷ്യന്മാര് കടലിൽ കിടന്ന് കുഴയുക. സ്തോത്രം. കർത്താവ് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. കർത്താവ് മലയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പത്രോസ് തുഴഞ്ഞു നോക്കി, അന്ത്രയോസ് നോക്കി, യാക്കോബ് നോക്കി, യോഹന്നാൻ നോക്കി, തണ്ട് വലിച്ചു നോക്കി. പക്ഷെ ഒന്നും നടക്കുന്നില്ല. യാമങ്ങൾ പലത് പിന്നിട്ടു. കളരിയിൽ അവസാനിക്കുകയുള്ളെന്ന് തോന്നി. അപ്പോഴാണ് ഇതാ 4-ാം യാമത്തിൽ ഒരുവൻ നടന്നു വരുന്നു. ആ സാന്നിധ്യമേ 4-ാം യാമത്തിൽ ഇറങ്ങി വരികയാ. 3 യാമങ്ങൾ കഴിഞ്ഞു, 4-ാം യാമത്തിൽ. ശ്രദ്ധിക്കണം, 4-ാം യാമത്തിൽ ഒരുവൻ വരുമ്പോൾ അവര് പറഞ്ഞു, ദേ ഭൂതം വരുന്നു. കാരണം അത്രയും സമയത്ത് സാധാരണ ആരും വെള്ളത്തിന്റെ മുകളിൽ കൂടെ വരാറില്ല. 1 യാമം കഴിഞ്ഞു, 2 യാമം കഴിഞ്ഞു, 3 യാമം കഴിഞ്ഞു, 4-ാം യാമമാണ്. ഏതാണ്ട് പ്രഭാത
ത്തിനോട് അടുക്കുന്ന സമയമാണ്. ഈ സമയം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവരുടെ അടുക്കലേക്ക് ഒരുവൻ നടക്കുമ്പോൾ അവര് പറയാ ഭൂതമായിരിക്കാം. അവർക്ക് മനസ്സിലായില്ല. കർത്താവ് പറഞ്ഞു, അല്ല, അത് ഞാനാണ്. പത്രോസ് പറഞ്ഞു, നീയാണെങ്കിൽ ഞാൻ വരിക. കാരണം അങ്ങയുടെ സാന്നിധ്യം എനിക്കൊന്ന് അനുഭവിക്കുവാൻ ഞാൻ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വന്നാട്ടെ. കാരണം കർത്താവ് വെള്ളത്തിൽ കൂടെയാ വരുന്നേ. പത്രോസ് എടുത്ത് വെള്ളത്തിലോട്ടങ്ങ് ചാടി. നമുക്കറിയാമല്ലോ, കർത്താവിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചപ്പോ കാറ്റും കോളും അടിച്ചു എന്നുള്ളത് മനസ്സിലായപ്പോ പെട്ടെന്ന് താഴാൻ തുടങ്ങി. കർത്താവിന്റെ മുഖത്തോട്ട് നോക്കി ആ സാന്നിധ്യം അനുഭവിച്ച് മുൻപോട്ട് വന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. നേരെ മുന്നോട്ട് വന്നതാ. ഏതാ? ഈ ഓളം തള്ളുന്ന തിരമാലകൾക്കകത്തൂടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പത്രോസ് ഇറങ്ങിയതാന്നേ. ധൈര്യമായിട്ട് സ്റ്റെപ്പ് വെച്ചതാ. പക്ഷേ മുഖത്തു നിന്ന് കണ്ണുകൾ തെറ്റി. എന്താ ഇപ്പൊ ശ്രദ്ധിക്കുന്നത്? ഇപ്പൊ ഓളങ്ങളെയും തിരമാലകളെയും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ സമയത്ത് പത്രോസ് താഴാൻ തുടങ്ങി. ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ വിജയകരമായി നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ ഒരു കാര്യം, ഓളങ്ങളും തിരമാലകളും ഒക്കെ ഇവിടെ ഉണ്ട്. അവന്റെ സാന്നിധ്യം നിന്നെ കരം പിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. എത്ര താണാലും നീ താണു പോകാൻ അവൻ സമ്മതിക്കത്തില്ല. കഴിഞ്ഞ വർഷം എത്രയോ പ്രാവശ്യം താണുപോയതാ. ആർക്കും പിടിച്ചു കയറ്റാൻ കഴിയാത്ത നീലക്കയത്തിൽ താണുപോകുമെന്ന് പ്രതീക്ഷിച്ച സന്ദർഭങ്ങളില്ലേ? ചിന്തിച്ച അവസരങ്ങളില്ലേ? ആ രോഗം നമ്മെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ? പക്ഷേ കരം പിടിച്ച് ഒരുവൻ നമ്മെ ഉയർത്തിയത് കൊണ്ടാണ് ഈ പുതുവർഷത്തിലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തെന്നത്. അതുകൊണ്ട് തന്നെ ആ സാന്നിധ്യത്തോട് ചേർന്ന് മാത്രമേ നിനക്ക് ഈ ദിവസങ്ങളിൽ വിജയകരമായി മുന്നേറാൻ കഴിയൂ. ഓളങ്ങളും തിരമാലകളും നിറഞ്ഞ ജീവിതത്തിന്റെ അന്തരീക്ഷം അനവധി നിലകളിൽ താഴ്ത്തുകയും തകർക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുവാൻ ശക്തിയോടുകൂടെ ഈ ദിവസങ്ങളിൽ പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 2026 അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇറങ്ങിയ ദൈവമൈതലേ, വിശ്വാസത്തോടെ പറ, എന്റെ കർത്താവ് ഞാൻ താഴാൻ സമ്മതിക്കത്തില്ല. എന്റെ ഒരു സ്നേഹിതൻ എഴുതിയ പാട്ട, യേശുവൻ കൂടെയുള്ളതിനായി തിരകളിൻ മീതെ ഞാൻ ഓടും. അദ്ദേഹം എഴുതി, താഴുകിൽ അവൻ കൂടെ താഴും, ചേരുകിൽ അവൻ കൂടെ ചേരും. ഞാൻ താഴുകയാണെങ്കിൽ അവൻ കൂടെ താഴുവുള്ളൂ, ചേരുമ്പോൾ അവന്റെ കൂടെ ചേരും. സ്തോത്രം. ആ ധൈര്യമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം എന്റെ പടകിൽ എന്റെ കർത്താവുണ്ട്. ഇന്ന് ഈ സായാഹ്ന വേളയിൽ പരിശുദ്ധാത്മാവിനൊരു ദൂത് കൈമാറട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ നിറവിലും മറവിലും ആത്മാവിൽ ഈ ദിവസങ്ങളിൽ മുൻപോട്ട് ചലിക്കുന്ന ദൈവമൈതലേ, നീ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അവന്റെ പ്രസൻസ്, അവന്റെ സാന്നിധ്യം, അത് ഒരു യാമം കഴിഞ്ഞാലും 2 യാമം കഴിഞ്ഞാലും ഇല്ല, ഞാൻ ഇവിടെ തകർന്നു പോകുമെന്ന് വിധി എഴുതപ്പെട്ട സ്ഥാനത്ത് നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ശക്തമായി വെളിപ്പെടുക തന്നെ ചെയ്യും. ആ സാന്നിധ്യം വെളിപ്പെടുക തന്നെ ചെയ്യും. ആ സാന്നിധ്യത്തിന്റെ നിറവിലും മറവിലും ദൈവ സ്നേഹത്തിൽ നിറഞ്ഞു നിന്ന് കർത്താവിനെ ശുശ്രൂഷിപ്പാൻ, സ്നേഹിപ്പാൻ ഒരു പുത്തൻ തീരുമാനത്തോടെ മുൻപോട്ട് പോകാം. ഒന്ന്, അവന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളതാ. രണ്ടാമത്തെ കാര്യം, the protection of God. അവന്റെ വലങ്കൈ നമ്മെ താങ്ങുന്നു എന്നുള്ളതാണ്. അവിടെ വായിക്കുന്നുണ്ട്, ഒന്ന്, നീ എന്നോട് കൂടെ ഉണ്ട്. 2, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. സ്തോത്രം. പ്രതിസന്ധിയിലൂടെയാ പോകുന്നെങ്കിലും വലങ്കൈ പിടിച്ചാ നിന്നെ താങ്ങുന്നേ. ഈ എൻ പ്രിയൻ വലങ്കരത്താൽ പിടിച്ചെന്നെ എന്നുള്ള പാട്ട് കരുനാഗപ്പള്ളിക്കാരനായ ഒരു കർത്തൃദാസൻ, ഒരു ബാങ്ക് മാനേജർ എഴുതിയ പാട്ട. തോമസ് മാത്യു എന്ന് പറയും. അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം ഞാൻ വർഷങ്ങൾക്ക് പുറകിൽ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ തന്റെ അനുഭവ സാക്ഷ്യം, ആ പാട്ട് എഴുതുവാൻ മുഖാന്തരം എന്താണെന്നറിയാമോ? അദ്ദേഹം ബാങ്ക് മാനേജരായിട്ട് മലബാർ ഭാഗത്ത് തനിക്കൊരു ജോലിക്ക് പ്രൊമോഷൻ കിട്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരാധനയിൽ ഒരാഴ്ച പോലും അദ്ദേഹം മുടങ്ങുകയില്ല. നല്ല ആത്മീയനായ ഒരു കർത്തൃദാസനാണ്.
അദ്ദേഹം അന്വേഷിച്ചു ദൈവസഭ എവിടെയാണുള്ളത്. അപ്പോൾ വനത്തിലൂടെ പോകണം. ഒരു 4-5 മൈൽ യാത്ര ചെയ്തെങ്കിലേ ആരാധന സ്ഥലത്ത് ചെല്ലാൻ കഴിയത്തുള്ളൂ. അതിലെ വാഹനമില്ല, തനിക്ക് വാഹനം കൊണ്ടുപോകാൻ കഴിയുന്ന വഴിയുമല്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ പറയാം. വനത്തിലൂടെ 2-3 മൈൽ രാവിലെ ഇറങ്ങി അദ്ദേഹം യാത്ര ചെയ്ത് തന്റെ കാലുകൾക്ക് വേദനയായി. ഒരടി പോലും മുൻപോട്ട് വെക്കാൻ കഴിയാതെ ഒരു മരത്തിന്റെ ചോട്ടിയിരുന്നു. മരത്തിന്റെ ചോട്ടിയിരുന്ന് അങ്ങോട്ട് പാടി ദൈവത്തെ അങ്ങോട്ട് ആരാധിച്ചു. ആത്മാവിൽ പാടാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ആ മരത്തിന്റെ ചോട്ടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലങ്കരം തന്റെ നേരെ വരുന്നു. ഒരു വലങ്കരം, അദൃശ്യമായ ഒരു കരം ആത്മാവിൽ താൻ കണ്ടു. ആ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ആത്മാവിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന തോമസ് മാത്യു എന്ന കർത്തൃദാസൻ തന്റെ വലങ്കരം അങ്ങോട്ട് നീട്ടിക്കൊടുത്തു. ആ വലിയ വലങ്കരം തന്നെ പിടിച്ച് ഉയർത്തി. താൻ പറഞ്ഞ വാക്കുകൾ ഞാൻ പറയാം. അവിടെ നിന്ന് ഏതാണ്ട് 2-2.5-3 മൈൽ ദൂരമുണ്ട്. ഈസി ആയിട്ട് അദ്ദേഹം പെട്ടെന്ന് സഭാഹോളിലെത്തി. അവിടെ ചെന്ന് അദ്ദേഹം ആദ്യം ഒരു കടലാസ് എടുത്ത് എഴുതിയ പാട്ടാണ്, എൻ പ്രിയൻ വലങ്കരത്താൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനംതോറും. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ആരാധനയുടെ വലിയ താല്പര്യപൂർവം ഇറങ്ങി തിരിച്ച വഴിത്താരയിൽ മുൻപോട്ട് നടക്കുവാൻ കഴിയാതെ ആ മരത്തിന്റെ ചുവട്ട് വിഷണ്ണനായി ഭാരമുള്ളവനായിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തന്റെ വലങ്കരം എനിക്ക് തന്നു. ആ കരം എന്നെ ഉയർത്തി. ആ കരം എന്നെ എത്തിക്കണ്ടടെ എത്തിച്ചു. അങ്ങനെ അദ്ദേഹം എഴുതി, ആത്മാവിൽ അദ്ദേഹം എഴുതിയ പാട്ടാണ്, എൻ പ്രിയൻ വലങ്കരത്താൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനംതോറും എന്നുള്ള മനോഹരമായ പാട്ട്. ദൈവത്തിന്റെ പൈതലേ, നിനക്ക് എത്തുപെടുവാൻ കഴിയാത്ത സ്ഥാനത്ത് ആ വലങ്കരം, അങ്ങനെ എഴുതിയിരിക്കുന്നേ, അവന്റെ വലങ്കരം നിന്നെ എന്ത് ചെയ്യുന്നു? താങ്ങുന്നു. ആ കരം നിന്റെ മേലുണ്ട്. തക്ക സമയത്ത് ആ കരം നിനക്ക് വേണ്ടി ചലിക്കും. അത് അദ്ദേഹം പറഞ്ഞ 1-2 കാര്യം കൂടെ ചേർത്ത് ഞാൻ പറയാം. അദ്ദേഹം ആ പാട്ട് പാടി മനോഹരമായ നിലയിൽ ആദ്യമായിട്ട് ആ പാട്ട് ഏറ്റെടുത്തത് മാരാമൺ കൺവെൻഷനിലാണ്. ആ മാരാമൺ കൺവെൻഷനിൽ ആ വർഷം മനോഹരമായി ഇദ്ദേഹത്തിന്റെ പാട്ട് ശക്തിയായി പാടിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം തോമസ് മാത്യുവിനെ ക്ഷണിച്ചു. ഈ പാട്ട് എഴുതാനുള്ള മുഖാന്തരം എന്തെന്ന് പറയാനായിട്ട് തോമസ് മാത്യുവിനെ ക്ഷണിച്ചു. അദ്ദേഹം തീരുമാനമെടുത്ത് പോകാനായിട്ട് വാതുക്കലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പട്ടി തന്നെ കടിച്ചു. പട്ടി പേപ്പട്ടിയായിരുന്നു. പട്ടി കടിച്ച വേദന കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആശുപത്രി കിടക്കയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു വലിയ വേദന. കർത്താവേ, ദൈവം എനിക്ക് തന്ന മനോഹരമായ പാട്ട് എൻ പ്രിയൻ വലങ്കരത്താൽ പിടിച്ചെന്നെ മാരാമണിലെ ജനം പാടി സന്തോഷിക്കുമ്പോൾ അവിടെ ചെന്നൊരു വാക്ക് പോലും പറയാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഭാരത്തോടെ ആ കിടക്കയിൽ കിടന്ന് എഴുതിയതാ, കഷ്ടതയുടെ കയ്പുനീരിൻ പാത്രവും അങ്ങു എൻ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ കഷ്ടതയുടെ കയ്പുനീരിന്റെ പാത്രം കുടിക്കേണ്ടി വന്നാൽ അതിനും എനിക്കൊരു കൃപ തരണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം അതും ആത്മാവിൽ നിറഞ്ഞൊരു പാട്ടാക്കി മാറ്റി എന്നുള്ളത് സന്തോഷത്തോടെ കേൾക്കുവാൻ കഴിഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അപ്പൊ ജീവിതത്തിൽ വലങ്കരം പിടിച്ച് കഷ്ടതകളുടെ നടുവിൽ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ പുതുവർഷത്തിൽ അനുഭവിച്ചറിയുവാൻ എത്ര പേർക്ക് കഴിയും? ദൈവത്തിന്റെ പൈതലെ, അവൻ നിനക്ക് പ്രൊട്ടക്ഷനാണ്. അവൻ നിനക്ക് എന്താണ്? നിന്നെ സഹായിക്കുന്നവനാണ്. നിനക്ക് വേണ്ടി
കരുതുന്നവനാണ്, നിന്നെ വിടുവിക്കുന്നവനാണ്. അവന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരുമെന്ന് മാത്രമല്ല, നിന്നെ തക്ക സമയത്ത് സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ അങ്ങനെയാ പുറത്തു വന്നത്. ആ കർത്തൃദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മൂന്നാമത് ആസാഫ് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇത് ഗൈഡൻസ് ഓഫ് ഗോഡ്. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. കണ്ടോ? സ്തോത്രം. ഇത്രയും ഭാരവും വേദനയും പ്രതിസന്ധിയൊക്കെ അനുഭവിക്കുമ്പോ ഞാൻ നടക്കുകയല്ല, എന്നെ നടത്തുന്ന ഒരാലോചനക്കാരൻ എനിക്ക് വേണ്ടി ഉണ്ട് കേട്ടോ. വാക്യങ്ങളൊക്കെ എടുത്ത് വായിച്ച് ഞാൻ സമയം എന്റെ മുമ്പിൽ പരിമിതമാ. നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എന്റെ വഴികൾ. ആകാശഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ വഴികളെക്കാൾ ഉന്നതമാണ് എന്റെ വഴികൾ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നല്ല ആലോചനക്കാരൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. പ്രതിസന്ധി വന്ന് തളർന്ന് ജീവിതത്തിൽ ക്ഷീണിച്ച് മടുത്ത് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഭാരത്തോടെ ഇരിക്കും. ആ മൂലയിലോട്ട് മാറി വീടിന്റെ മൂലയിലിരുന്ന് ആമേൻ ഒരു അരമണിക്കൂർ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോ ആമേൻ എല്ലാ ഭാരവും മാറി ഒരു പുത്തൻ ചാല് തുറക്കുന്ന ഒരു നല്ല ആലോചനക്കാരൻ. സ്തോത്രം പറയാൻ എത്ര പേർക്ക് കഴിയുമെന്ന് എനിക്കറിയത്തില്ല. എന്റെ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്റെ ജീവിതത്തിൽ നേരിട്ട ഒരുപിടി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ നാളുകൾ. എനിക്കൊരു ചെറിയ മുഴ പോലെ എൻ്റെ ഈ കഴുത്തിന്റെ ഇവിടെ വന്നു. 2 പാടുകൾ ഇപ്പോഴും ഉണ്ട്. അന്ന് ശുശ്രൂഷയുടെ പ്രാരംഭ സമയമായതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു, മരുന്ന് ചെയ്യല. അന്ന് അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എണ്ണക്കുപ്പിയും കൊണ്ടാ പോകുന്നേ, എണ്ണ പൂശി പ്രാർത്ഥിക്കാൻ. കാരണം ആളുകൾ വിളിക്കും പ്രാർത്ഥിക്കാനായിട്ട്. പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് സൗഖ്യമാ. അങ്ങനെയുള്ളൊരു സന്ദർഭം. ഇതൊരു ചെറിയ കുനിപ്പ് പോലെ വന്നതാ. നിങ്ങൾക്കറിയാമോ, ഒരു വലിയ മുഴയായി മാറി, ഭയങ്കര മുഴയായി. ഞാനൊരു തീരുമാനമെടുത്ത് ഞാൻ മരുന്ന് ചെയ്യല. എനിക്കൊരു വിവാഹമൊക്കെ വന്ന സമയമാ. ഒത്തിരി പശ്ചാത്തലം അതിന്റെ പുറകിലുണ്ട്. കാര്യങ്ങളൊക്കെ വന്നതാ. എന്റെ അമ്മച്ചി പറഞ്ഞു, ഇവിടെ 23.5 സെന്റ് സ്ഥലം പാമ്പാടിയിലുണ്ട്, അത് വിറ്റാണെങ്കിലും വേണ്ടില്ല, മെഡിക്കൽ കോളേജിൽ പോക്കോ, എത്രയും വേഗം ചികിത്സിക്കണം. ഞാൻ പറഞ്ഞു, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഒന്നേ മരണം അല്ലെങ്കിൽ ജീവൻ. ഇത് ഇങ്ങനെ 2ആയിട്ട് കൂമ്പി 2 ഭാഗമായിട്ട് ഇങ്ങനെ വീർത്ത് ഇങ്ങനെ 2 ഭാഗമായിട്ട് വന്നു. ഒരു ചെറിയ മുള്ളെടുത്ത് കുത്തിപ്പൊട്ടിച്ചു. അതിനൊക്കെ ധൈര്യം ദൈവം അന്ന് എനിക്ക് തന്നു. 4 ചിരട്ട പഴുപ്പ് ഇതിനകത്തുനിന്ന് എടുത്തു. 4 ചിരട്ട പഴുപ്പ്. ഒരു ആണി പോലെ സാധനം ഇതിനകത്തുനിന്ന് പോകും. ഒരു ടർക്കിയും തോളയിട്ടുകൊണ്ട് 6 മാസം പഴുപ്പ് 15 മിനിറ്റ് കഴിയുമ്പോൾ ഒഴുകുമായിരുന്നു ഇതിനകത്ത്. ഫിലിപ്പ് സാറിന്റെ അടുക്ക പോയി ഞാൻ. ഫിലിപ്പ് സാറാ, PM ഫിലിപ്പ് എന്ന് പറയും, എന്റെ ആത്മീയ ഗുരു അദ്ദേഹം. അവിടെ ചെന്നു, ടോർച്ചടിച്ച് നോക്കി. സാറ് ടർക്കി മാറ്റി വെച്ച് ടോർച്ചടിച്ച് നോക്കി. റോണിയോട് പറഞ്ഞു, വേഗം കാറെടുക്ക്, നമുക്ക് മെഡിക്കൽ കോളേജിൽ പോകാം. അയ്യോ, ഇവന്റെ തൊണ്ട മുഴുവൻ, ഇതിനകത്തുള്ള മുഴുവൻ സാധനവും കാണാൻ. 2 പേരെ കണ്ടിട്ടുള്ളൂ, എല്ലാ സാധനവും കാണാം. അതുകൊണ്ട് ഇങ്ങനെ പോയാൽ ഇവൻ എന്നോട് ചോദിച്ചു, ജോസഫേ നിനക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണിൽ കൂടെ കുടുകൂടാ കണ്ണുനീര് വന്നു. എന്നോട് പറഞ്ഞു, നിനക്ക് ധൈര്യമുണ്ടോ? അല്പം പണമൊക്കെ തന്ന് എന്നെ പ്രാർത്ഥിച്ച് പറഞ്ഞു വിട്ടു. ഞാനങ്ങ് പറഞ്ഞു വിടുക. 6 മാസം ഈ ടർക്കിയും തോളയിട്ടുകൊണ്ട് നടക്കേണ്ടി വന്നു. പഴുപ്പൊഴുകിയ 15 മിനിറ്റ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, ഉടുപ്പ് മാറിക്കൊണ്ടിരിക്കും. ഈ കഴിഞ്ഞ ദിവസം അന്നുണ്ടായിരുന്ന ഒരു അച്ഛൻ ഇന്ന് പ്രായത്തിരിക്കുക. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ഓർത്തോ? എന്തോ കാര്യം? അന്ന് പാസ്റ്റർക്ക് ഈ പഴുപ്പിന് ഒരു വാടക ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാനത് ശ്രദ്ധിച്ച്. എനിക്ക് ഈ പഴുപ്പിങ്ങനെ വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകുമെന്നല്ലാതെ എന്റെ തൊണ്ടയിൽ ഇങ്ങനെ 2 ഭാഗവും പൊട്ടി ടർക്കിയും തോളെ വെച്ച് എന്റെ അമ്മച്ചിയുടെ ഒരു കച്ചമുറി കീറി ഇതിനകത്ത് വെച്ച് 6 മാസം ഏലപ്പാറ ചിന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ശുശ്രൂഷിച്ചു. ആ സഭയിലാണ് ഞാനന്ന് ശുശ്രൂഷിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും ഒരു ആഴ്ച മാത്രമേ എന്റെ ആരാധന മുടക്കിയിട്ടുള്ളൂ, ശുശ്രൂഷ മുടക്കിയിട്ടുള്ളൂ. എല്ലാ ആഴ്ചയിലും കർത്താവ് എന്നെ ബലപ്പെടുത്തി. ചിലരെല്ലാം പറഞ്ഞു 1000 കണ്ണിയാ, ക്യാൻസറാ, നാക്ക് അവിടെ ഇറങ്ങും ഇവിടെ ഇറങ്ങും. ഞാൻ കേക്ക ബെറ്റ് വെച്ചു. ഞാൻ കേക്ക 500 രൂപ ബെറ്റ് വെച്ചു. ബെറ്റ് എനിക്ക് കിട്ടി. അങ്ങനെയാ, ബെറ്റ് എനിക്ക് കിട്ടി.
അത്ഭുതങ്ങൾ. എനിക്കൊരു കല്യാണം വന്നു, അത് മാറിപ്പോയി. അവര് പറഞ്ഞു ആരോ എന്ന് പറഞ്ഞു ക്യാൻസറാണ്. ഞാൻ പറഞ്ഞു എന്നതാണെങ്കിലും മരുന്നീകര. ആമേ തീരുമാനമെടുത്തു. ദൈവം എന്നെ ബലപ്പെടുത്തി, എന്റെ കഴിവല്ല. ഞാൻ പലപ്പോഴും ഓർക്കും ദൈവത്തിന്റെ ശക്തിയും കൃപയും ആമേൻ വ്യാപരിച്ചു. പൂർണ്ണമായൊരു വിടുതൽ ദൈവം നൽകി. ഇതിന്റെ പുറകിൽ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ ഒരു കാര്യം, താങ്ങുന്ന ദൈവത്തിന്റെ കരം ആത്മാവിനും ശരീരത്തിലും അനുഭവിച്ചറിയുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. വെറുതെ പ്രസംഗിക്കുകയല്ല, അനുഭവത്തിന്റെ ആഴത്തിൽ നിന്ന് പറയുക, എന്റെ ദൈവം വിശ്വസ്തനാ, എന്റെ ദൈവം അത്ഭുതവാനാ. ആമേൻ. എത്ര മാരകരമായ രോഗത്തിന്റെ നടുവിലും അത്ഭുതം ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാ. അടുത്തത് ആ ആലോചനയാൽ നടത്തുന്ന ദൈവം. അത് മാത്രമല്ല, നാം ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, ഒടുവിൽ അവൻ നിന്നെ മഹത്വത്തിലേക്ക് ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞാൽ ദ അഷ്വറൻസ് ഓഫ് ഗോഡ്. ദൈവം നമുക്കൊരു പ്രത്യാശയുടെ ഉറപ്പ് തന്നിട്ടുണ്ട്. ഇവിടെ ധാരാളം വെള്ളം വലിച്ചു കുടിച്ച് ദമ്പത്തോടെ സംസാരിച്ച് വീടും പണിത് ദൈവമില്ലെന്നും പറഞ്ഞ് ദുഷ്ടന്മാരിഷ്ടം പോലെ നടക്കുമ്പോ അവര് നിൽക്കുന്ന എവിടാന്നറിയോ? വഴുവഴുപ്പിലാ നിൽക്കുന്ന. വാക്യങ്ങളൊക്കെ എടുത്ത് വിശദീകരിക്കാൻ സമയം എടുക്കുന്നില്ല. എപ്പോഴാ വീഴുന്നെന്നറിയത്തില്ല, തകരുന്ന എപ്പോഴാന്നറിയത്തില്ല, ഉറപ്പില്ല, അഷ്വറൻസ് ഇല്ല, ദൈവത്തിലുള്ള പ്രത്യാശയില്ല, ധൈര്യമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ മനുഷ്യനുമായി സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, പാസ്റ്ററെ നിങ്ങൾക്കൊക്കെ എത്ര സന്തോഷമാ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് സന്തോഷമാ. നിങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്ന ഒന്നുമില്ല, എപ്പോഴാ കഞ്ഞി വെക്കുന്നതെന്ന് അറിയത്തില്ല, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളുടെയൊക്കെ മുഖത്ത് എന്ത് സന്തോഷമാ. ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട്, ഏക്കർ കണക്കിന് സ്വത്തുണ്ട്, സൗകര്യമുണ്ട്, ജോലിയുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളുടെ അകത്തൊക്കെ വലിയ പിരിമുറുക്കാ പാസ്റ്ററെ, വലിയ സംഘർഷങ്ങളാ. ഞങ്ങളുടെ തലമുറയുടെ വീടുകളിലൊക്കെ സംഘർഷങ്ങളാ, പ്രശ്നങ്ങളാ. അതിന്റെ നടുവിൽ എന്ത് പറയണമെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്തോ ഉണ്ടെങ്കിൽ തന്നെ ഒന്നുമില്ലെങ്കിൽ സ്വോത്രം പറഞ്ഞ് കഞ്ഞിയും കുടിച്ചേച്ച് വീടിന്റെ അവൻ ഉമ്മറത്ത് കിടന്ന അവൻ കൂർക്കം വലിച്ച് ഉറക്കം വരുമെന്നേ. ഇത് ഭക്തന്മാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു നല്ല അനുഭവം. ഒരു സ്വോത്രം പറയാമോ? ഹല്ലേലൂയ. ഇന്ന് ഞെരിവിരി കൊള്ളുന്ന ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ എന്താകും ഭാവി, എവിടെ ചെന്ന് ചേരും, എന്തായിത്തീരുമെന്ന് അറിയാതെ ആയിരങ്ങൾ വിഷമിക്കുക. സ്വോത്രം സ്വോത്രം സ്വോത്രം. എന്നാൽ ഇതിന്റെ നടുവിൽ ഉറപ്പുള്ള ഒരു കൂട്ടം ജനമുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് പറയാനുള്ളത്, പിന്നത്തേതിൽ നീ എന്നെ മഹത്വത്തിലേക്ക് ചേർത്തുകൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ആസാഫിന്റെ കാലുകൾ ഒരല്പം ഇടറി, ആമേൻ, ഹൃദയദൃഷ്ടി അല്പം തെറ്റി, ആമേൻ, വേണ്ടാത്ത ആമേൻ ആകാത്ത ജനനെ കുറിച്ച് ചിന്തിച്ചു പോയി. എന്നാൽ ദൈവസന്ധി ജാഗരിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി, ദൈവത്തിന്റെ പ്രസൻസ് തന്റെ കൂടെയുണ്ട്. 2, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ തന്റെ കൂടെയുണ്ട്. 3, ദൈവത്തിന്റെ ഗൈഡൻസ് തന്റെ കൂടെയുണ്ട്. 4, അവനൊരു അഷ്വറൻസ്, ആ പ്രത്യാശയുടെ ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട്. ഇവിടെ തീരുമ്പോൾ മഹത്വത്തിലേക്ക് എന്നെ ചേർത്തു. ഇത്രയും വലിയ പ്രതീക്ഷയും പ്രത്യാശയും തരുന്ന എന്തെങ്കിലും മാർഗം ഇവിടെ ഉണ്ടോ ദൈവമക്കളെ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്തെങ്കിലും മാർഗമുണ്ടോ? ഇവിടെ അനവധി പ്രോഗ്രാമുകളും പരിപാടികളുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അപേക്ഷ ക്ഷണിച്ചു ഒരിടത്ത്. അപേക്ഷയ്ക്ക് ഒരാൾ പറഞ്ഞു, എനിക്ക് ഒന്ന് എഴുതി തരണം പാസ്റ്ററെ. എഴുതി തന്നാൽ അപേക്ഷയ്ക്ക് ഒന്ന് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയാ. അവരവിടെ കൊണ്ടുചെന്നപ്പോൾ പറഞ്ഞു, ഇത്ര പേർക്കേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല, ഇത്ര പേർക്കേ ഉള്ളൂ. അത്രേ ഉള്ളന്നേ. ഇവിടുത്തെ അപേക്ഷകൾ എല്ലാം ഇത്ര പേർക്കേ ഉള്ളൂ. ഇപ്പോ പെൻഷൻ കൊടുക്കുന്ന ഗവൺമെന്റ് ഇപ്പോ ഈ മാസം ചില ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുക. അത് എത്ര പേർക്ക് കുറയ്ക്കാൻ കഴിയും, അതാ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെയുള്ള അപേക്ഷകൾക്കൊക്കെ പരിമിതിയും വെച്ചാ കൊടുക്കുന്നേ. പക്ഷെ ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഇവിടെ പരിമിതികളുണ്ട്,
പരാജയങ്ങളുണ്ട്, പരിവേദനങ്ങളുണ്ട്, നമ്മുടെ അപേക്ഷകൾ തള്ളപ്പെട്ടു എന്ന് വരാം, നമ്മളെ കരുതുവാൻ ആളില്ലെന്ന് വരാം. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം തിരുമുമ്പിൽ അനുഭവിക്കുന്ന ദൈവമൈതലേ, നിനക്ക് വേണ്ടി തക്ക സമയത്ത് വഴിയൊരുക്കുവാൻ ദൈവം വിശ്വസ്തനാ. ഓ, ഈ ദിവസങ്ങൾ ഉറപ്പോടെ നിൽക്കേ. 2026 നിന്നെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോവുക കേട്ടോ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഉണർവിന്റെ കാറ്റ് വീശാൻ തുടങ്ങുക നമ്മുടെ ഇന്ത്യയില്, കേരളത്തില്. സ്തോത്രം. ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ ആത്മീയരുടെ ഇടയിലുണ്ട് എന്നുള്ളത് ഞാൻ മറച്ചു വെച്ചിട്ടല്ല പറയുന്നത്. അതിന്റെ മറുവശം ഞാൻ പറയാം. ഒരു ആത്മീയ കാറ്റ് വീശാൻ പോകുകയാണ്, ഒരു ആത്മീയ തീ കത്താൻ പോകുകയാ, ഒരു ദൈവപ്രവൃത്തി. ഇതിനെ നടുവിൽ പ്രാർത്ഥിക്കുന്ന, കരയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാ. ആമേൻ. ദൈവം ഉറപ്പ് തരുന്നു, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. ആമേൻ. ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ ആലോചന പറഞ്ഞ് നടത്തും. മാത്രമല്ല, ഒടുവില മഹത്വത്തിലേക്ക് ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ഈ ഉന്നതമായ അനുഭവം ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ പതറാതെ, ക്ഷീണിക്കാതെ, തളരാതെ, സാഹചര്യങ്ങൾ നോക്കി മടുത്തു പോകാതെ, പ്രാർത്ഥനയെ കുറഞ്ഞു പോകാതെ, ആരാധനയെ മന്ദിഭവിക്കാതെ കർത്താവിന് വേണ്ടി ധീരതയോടെ നിൽക്കുവാൻ ഏവരെയും ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ഗ്രൂപ്പിനെ ദൈവം ഒരുക്കട്ടെ. എല്ലാവരും ഉത്സാഹമുള്ളവരായി ഈ ദിവസങ്ങളിൽ മുൻപോട്ട് വരട്ടെ. പ്രാർത്ഥനയിൽ പോരാടുവാനുള്ള ദൈവകൃപ എല്ലാവർക്കും ദൈവം നൽകട്ടെ. ആമേൻ. ഇതിന്റെ മുന്നണിയിൽ നിൽക്കുന്ന മുന്നണി പോരാളിയായ പ്രിയ കർത്തൃദാസിയെ, ആമേൻ, അഡ്മിന്മാരെ എല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഓർപ്പിച്ചുകൊണ്ട്, ഈ വലിയ ഉറപ്പ് ദൈവം നമുക്ക് നൽകിക്കൊണ്ട്, അവന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ശക്തിയായി മുന്നോട്ട് പോകാം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഞാൻ പര്യവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, ഈ വചനം കേൾക്കുന്ന ഏവരെയും കർത്താവ് രക്ഷിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ വലിയ ഉറപ്പ്, ആമേൻ, ഇന്ന് പകൽ ഇവിടെ വിളംബരം ചെയ്യുവാനിടയായി. ഈ ഉറപ്പ് പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സാന്നിധ്യം, ആ പ്രൊട്ടക്ഷൻ, മാത്രമല്ല ഗൈഡൻസ്, ആഷ്വറൻസ്, ആമേൻ, ദൈവ സാന്നിധ്യത്തിന്റെ മറവിലും നിറവിലും ദൈവത്തെ അറിഞ്ഞ് സേവിപ്പാൻ ഏവർക്കും കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വലിയവനാകയാൽ ഈ ദിവസങ്ങളിൽ 2026 വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ജനത്തെ ആദരിക്കണമേ. ഇത് ശ്രദ്ധിക്കുന്ന തുടർന്ന് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. എല്ലാവരുടെ മേലും വിടുതൽ പകർന്നാട്ടെ. പുത്രനെ മാത്രം മഹത്വപ്പെടുത്തി മുഴുവൻ മഹത്വവും അങ്ങേക്ക് തരുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.